കണ്ടാൽ മനസ്സിലാവും. ഞാൻ റാങ്ക് പുഷിൻ്റെ പാർട്ട് 1 ആയിരുന്നു കഴിഞ്ഞ വീഡിയോ. സോ ഇതാണ് പാർട്ട് 2. സോ ലെറ്റ്സ് പ്ലേ ദ ബാറ്റിൽ റോയൽ. സോ ഇന്നത്തെ നമ്മൾ എന്തായാലും സിൽവർ അടിച്ചിരിക്കും. ഇതുപോലെ ഇനിയും വരുന്നതായിരിക്കും. സിൽവർ അടിക്കും, ഗോൾഡ് അടിക്കും, പിന്നെ പ്ലാറ്റിനം അടിക്കും. പിന്നെ നമുക്ക് മാക്സിമം നമുക്ക് ഹീറോയ്ക്ക് അടിക്കുന്ന മാക്സ് അടിക്കുന്ന ഇത് വീഡിയോ ആണ് റാങ്ക് പുഷ്. സോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവനെ കൊല്ലാന്ന് വിചാരിച്ചു. ഫസ്റ്റ് തന്നെ എനിക്ക് കണ്ടില്ല. സോ നമുക്ക് ഇതൊക്കെ കുറേ മാറ്റം വന്നിട്ട് നമ്മുടെ ഫ്രീ ഫയറിന്. സോ അഥവാ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ആൻറ്റി നിങ്ങളുടെ ഫ്രീ ഫയറിൻ്റെ പേരെന്തുവാണെങ്കിൽ ഒന്ന് പറ. സോ അതിന് പിന്നെ നിങ്ങളൊക്കെ ഡയമണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഡയമണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ വിൻസോ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇതൊരു കുറച്ച് പേർക്കൊക്കെ അറിയാം. ഗെയിംസൊക്കെ കളിച്ച് നമുക്ക് ഓരോ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അത് ഡയമണ്ടൊക്കെ കിട്ടുന്നുണ്ട്. അതിന് നമുക്ക് കുറേ ഗെയിംസൊക്കെ കളിക്കേണ്ടി വരും. സോ കുറേ ഗെയിംസൊക്കെ ഉണ്ട്. എന്താ പറയുക, ക്രിക്കറ്റ്, സബ്വേ സർവീസ് പോലത്തെ ഗെയിംസൊക്കെ ഉണ്ട്. സോ അഥവാ എനിക്കിത് കാണിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയാം, ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, കിട്ടും. ഇത് കാണാം, പ്ലാസ്ത. വലിയ ഇഷ്ടമൊന്നുമല്ല ഈ ഒരു കണ്ണ്. P90 കിട്ടി. കഴിഞ്ഞ വീഡിയോയിൽ 2 P90 വെച്ച് ഞാൻ ഇവിടെ കിടന്ന് വെടിവെച്ചിട്ട് ഒരു പട്ടി പോലും ചത്തില്ല. ഒരു പൊട്ടനും ചത്തില്ല. ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, ഒരു പട്ടി പോലും ചത്തില്ല. അത്രക്ക് ഇതായിരുന്നു. അവിടെ ഒന്നും മേടിക്കുന്ന പൈസ ഇല്ല. ദാരിദ്ര്യന. ഇവൻ എൻ്റെ ഇടം എന്നാ നിന്നെ കൊല്ല. അവനും ഇലുമിനാൻറ്റി. എവിടെയാടാ നീ എവിടെയാടാ? പിന്നെ ഞാനൊന്ന് കൊല്ലോളാം. അവനെന്തേ നീ ഇതേയിരിക്കുന്നു. നീ അങ്ങോട്ട് കൊണ്ടാ. ഇനി വേറെ ഏതോ വെടീൻ്റെ ശബ്ദം ഞാൻ കേട്ടായിരുന്നു. അതോ എന്നെ എവിടെ വെക്കുന്നത്? ഇവിടുന്ന വെടി. നീയാണോ എന്നെ വിളിക്കുന്നത്? അവനെ തീർത്തിട്ടുണ്ട്. മെഡടിക്കാം ഗൈസ്. പെട്ടെന്നടി. നമുക്ക് ഫുൾ ബൂയി അടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. മാക്സിമം ബൂയി അടിക്കണം. വേറെ ആരും ഇല്ലടെ ഇവിടെ. ഇവർ മാത്രമേ ഉള്ള. ഇവരൊരു ലൂട്ട് പോലും ഇല്ല ഉള്ളൻ. ഇൻഹേലർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. MP40 കിട്ടി. അപ്പം ഇനി കളി മാറും ഗൈസ്. MP40 കിട്ടി. വേറെ ആരുമില്ല ഗൈസ്. ഞാൻ PC ഫ്രീ ഫയർ ഒക്കെ കളിക്കുന്നുണ്ട്. അത് നമ്മുടെ RGയിലായിരിക്കും വരാൻ കൂടുതൽ ചാൻസ്. ഇവിടെ MP40 തന്നെ. 2 MP40 ഒന്നും വേണ്ട. ലോങ് അടിക്കാനൊന്നും പറ്റത്തില്ല. എനിമീസ് അങ്ങനെ 4 പേരെ കൊന്നിട്ടുണ്ട്. ഇനി ഇവിടെ 40 പേരുണ്ട്. എങ്ങനെ സർവൈവ് ചെയ്യാനാണ്? 40 അല്ല 39 പേരുണ്ട്. അതിലൊരുത്തൻ ഞാൻ ചാകല്ലേ. വേറൊരുത്തനും ഇല്ല ഗൈസ് ഇവിടെ. അതിന് പിന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടരും എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ലൈക്ക് ചെയ്യുക. അതിൻ്റെ ആ നീല കളർ ലൈക്ക് ബട്ടൺ അടിച്ചു വിളിച്ചേക്ക്. പിന്നെ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇടിച്ചിടിച്ചങ്ങ് വിളിച്ചേക്ക്. എന്നിട്ട് നമ്മുടെ വീഡിയോ ഇരുന്ന് കാണുക. ആൻഡ് ഓൾസോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. റോഡ് ടു അതിന് പറയണതിന് മുമ്പ് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം ഗൈസ്. കമൻറ്റ് ഇല്ലേ? ഇപ്പം റോഡ് ടു 6000 മതി. അല്ല വേണ്ട, 6000 വേണ്ട, ഒരു 1000 നിങ്ങളെ കൊണ്ട് അടിക്കാൻ പറ്റും ഗൈസ്. നിങ്ങളെ കൊണ്ടേ പറ്റൂ. UMP ഉണ്ട്. UMP വെച്ച് എനിക്ക് ലോങ് അടിക്കാൻ പറ്റും. ഇവിടെ വേറൊരുത്തൻ കണ്ട് എടാ ഇങ്ങോട്ട് പോടാം. നിന്നെ കണ്ട് നീ ഓട്. നിന്നെയും കണ്ട് നീയും ചത്ത്. എടാ ഇവന് ലൂട്ടില്ലടാ. അതെ ഹായ്, ഒന്നുകൂടെ തിന്നേക്കാം. എന്താടാ നിനക്കൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരത്തില്ല. ഞാൻ അങ്ങനത്തെ മൈൻഡാ. ആരുമില്ല. ഇമോട്ടിട്ടാലോ? ഇമോട്ടിടാൻ നിൽക്കുക. ഒരുത്തനും കൂടെ കൊല്ലാം. എന്നിട്ട് നമുക്ക് ഇമോട്ടിടാം. എന്തോട് ശബ്ദം കേട്ടെ?
നമുക്ക് ഈരം വഴി നോക്കിയാലോ ഇവിടെ ആരെങ്കിലും കടന്നു വരുന്നുണ്ടോന്ന്. അയ്യോ, അതിന് പിന്നെ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നവരാണെങ്കിൽ ഒന്ന് പറയുക. നിങ്ങൾക്ക് ബണ്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഗൈസ്. ഇവിടെ വലുതായിട്ടൊന്നും കിട്ടുന്നില്ല. മാഗുണ്ട്. മാഗൊന്നും വേണ്ട, അവനെയൊക്കെ ഓടിച്ചു പിടിക്കേണ്ടി ചെയ്യും. ഒരു ഫോട്ടോ എടുത്താലോ? ഹായ്, നല്ല ഫോട്ടോ മതി മതി മതി. ഇനി ഫോട്ടോ എടുത്താൽ നമ്മൾ എനിമീൻ്റെ മുമ്പിൽ ചാകുന്ന ഫോട്ടോ വരെ എടുക്കേണ്ടി വരും. അവിടെ ആരാടാ? എന്നെ എവിടെ നിന്നാണ് വരും? ആരാണ്? ആ, കണ്ട് കില്ല് കൊണ്ടുപോകല്ലേ? കില്ല് വൃത്തിയായിട്ടും കൊണ്ടുപോയടാ. നീ ആറാ അവിടെ കിടക്കണം. എൻ്റെ വീഡിയോ ഏതാണ്? വീഡിയോ ഏതാണ് കാണുന്നത്? സെക്സമോ? അതാരാണ് ഈ സെക്സമോ? അതുപോലത്തെ നിങ്ങളിങ്ങനെ ഓരോരോ കില്ലൊക്കെ എടുക്കുമ്പോൾ നിങ്ങളെ ഇവിടെ ഒരു ആൾക്കാർ കാണുന്ന അവിടെ നിങ്ങൾ അതുപോലത്തെ ആൾക്കാരൊക്കെ വരാറുണ്ട്. ജിക്സമോ കുസമോ എന്നൊക്കെ പേര് ഉള്ള ആൾക്കാരൊക്കെ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇതോടെ 6 കില്ലെടുത്തിട്ടുണ്ട് ഞാൻ. 6 കില്ലെടുത്തിട്ടുണ്ട്. 6 കില്ലെടുത്തിട്ടും കാര്യമില്ല, നമുക്ക് ബൂയി അടിക്കണം. ആ, ഓക്കെ. ഇനി കുറച്ച് പേരും കൂടെ ഉള്ളു. അത്യാവശ്യം സിമ്പിളാണ്. നമുക്കിനി നോക്കണം. ബൂയി അടിച്ചിട്ടേ കാര്യമുള്ളൂ. ഓ, ഫുള്ളാണല്ലേ. ക്രോണോടെ സാധനം ഇടേണ്ട ആവശ്യമില്ല. തിരമ്പഴി നമുക്ക് റെയ്ഡ് പറ്റുമോ? തിരമ്പഴി റെയ്ഡ് പോയിട്ട് ആരൊക്കെ ഇവിടെ ഉണ്ട്? ചെക്കിങ്. അയ്യോ, റിവേഴ്സല്ല. എനിക്ക് അവിടെ നോക്കണം. സാധാരണ ഇവിടെയൊക്കെ കുറേ എണ്ണം ഒട്ടിയിരിക്കും ഇങ്ങനെ പശ പോലെ ഇവിടെ ഒട്ടിയിരിക്കും. എന്നിട്ട് ഇവിടെ സാധനം കിട്ടുമെന്നൊക്കെ പറഞ്ഞു റീലോഡ് ചെയ്യാം. ദേ ഇരിക്കുന്നു. ആ, ശരി. ആ, അതേ അടുത്തത്. നീ അവൻട്ട് ഒരു ഹെഡ്ഷോട്ട് കൊടുത്തു ഗൈസ്. ആ, ഗ്ലൂ ആള് ഒരു 10 ആയിട്ടുണ്ട്. സമാധാനമായി. ഇനി 18 പേരും കൂടെ ഉണ്ട്. നമ്മൾ ബൂയടിക്കും തോന്നുന്നു. നമ്മളിപ്പോൾ 8 കില്ലെടുത്തിന് 18 പേരേ ഉള്ളൂ ഗൈസ്. മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ചും കൂടെ കേൾക്കുന്നേക്കാം. വരെ കൊന്നല്ലേ? ഈ ലൂട്ട് കിട്ടുമല്ലേ? നമുക്ക് ഇതും വെച്ച് നോക്കാം. ഇപ്പോൾ ക്രോണോളാ. ആ, അടി കൂട്ടുന്നുണ്ടേ. ദേ വരുന്നു. ഇതാ നിക്കടാ. ഞാനെന്നെ കൊല്ലാം. നിനക്ക് ഞാൻ കൊല്ലണം. അത് തന്നെ. ഇച്ചോട്ട് അവനെന്താ എടാ നിക്കടാ. അത് തന്നെ. ഇവൻ ചാകുന്നില്ലല്ലേ? ഇവനെന്താ ചാകാത്തെ? ഇവനെന്താ ചോരയാണോ ഇവനെ വെച്ചിരിക്കുന്നത്? ഇത് ചോരയാണുള്ള പാലാണോ വെച്ചിരിക്കുന്നത്? ചാകുന്നില്ല ഗൈസ് ഇവൻ. അയ്യോ, നമ്മുടെ ഉണ്ട തീർന്നില്ല. ഉണ്ട കറക്റ്റ് സമയത്ത് ഉണ്ടയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് 20ൻ്റെ ഇതുണ്ട്. ഇത് എന്നിൻ്റെ പേരെന്ന് പറഞ്ഞൂടെ? ചാവുമായിരിക്കും. നമുക്ക് മാക്സിമം നമുക്കിവിടെ ഗൈസ് ഇവിടെ അങ്ങനെ ആരും ഇല്ല ഗൈസ്. നമ്മളിവിടെ എന്താ പറഞ്ഞൂടാ. ഇവിടെ നേരത്തെ അവൻ ഓടിയത് എവിടെയെന്ന് മനസ്സിലാകുന്നില്ല. അവൻ എവിടെ പോയത്? 6 കൊടുക്കുന്നത്. ഈ ഒരു കണ്ണൊക്കെ വെച്ച് ഓക്കെ. ഉണ്ട് എൻ്റെ മോനെ.
ഇനി ഇവിടെ ആരാണ്? ദേ അടുത്താള്. ഇവനാര്? ആ ബോളേന. ഇവനൊക്കെ എന്ത് പേരാണ് ഗൈസ്, ബോളേനേന. ഇനി വെറും 7 പേരേ ഉള്ളൂ. ആഞ്ഞു പിടിച്ചാൽ നമുക്ക് അവനെ തലയടിച്ച് വിളിക്കാം. എല്ലാത്തിനും തലയടിച്ച് വിളിക്കണം ഗൈസ്, അങ്ങനെ വിട്ടാൽ പറ്റില്ല. റാങ്ക് പുഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാത്തിനും ബൂയടിക്കണം. അതുപോലെ ബൂയടിച്ചാൽ മതിയായിരുന്നു. വാ ഇങ്ങനെ പറയുമ്പോൾ എന്തോ എവിടെയൊക്കെ തെറ്റിപ്പോണമല്ലുണ്ട്. എന്താ കുഴപ്പമില്ല. ഒരു ഇമോട്ട് ഇട്ടേക്കാം. ഓക്കെ, ഇനിയിപ്പോ ഒറ്റ ഇമോട്ട് മതി. ഇവിടുത്തെ പാർട്ടി ഒന്നും പറയാൻ പറ്റത്തില്ല, എവിടുന്നാണ് അടി വരുന്നതാണ്. പക്ഷെ എല്ലാം പൊട്ടന്മാരെ. ഇച്ചിരി പേരങ്ങാണ്ട് നല്ലോണം കളിച്ചോന്ന് തോന്നുന്നു. എത്ര പേരുണ്ട്? വെറും 5 പേരുള്ളൂ ഗൈസ്. സിമ്പിൾ 5 പേരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് റേഞ്ച് ഈ അഥവാ ഇരുമ്പച്ചായാലും ചാടി വന്നല്ലേ. ആ ഈ ഓടോട് മണ്ടന്മാരുണ്ടായാൽ മതിയായിരുന്നു. എവിടുന്ന് ഒരു വെടി കേട്ടല്ലോ. 6 തന്നെ എവിടുന്ന് വെടിക്കുന്നേ? ശബ്ദം കേൾക്കുന്നുണ്ട്. എവിടുന്ന്? അതേ ഇരിക്കുന്നു. അത് തന്നെ ഹെഡ്ഷോട്ട്. നീ എൻ്റെ അടുത്ത് കളിക്കുന്നാടാ. ഇവിടെ മൈനുണ്ട് കേട്ടോ, മൈനുണ്ട്. എങ്ങാനും അതിൽ വീണ പൊട്ടിത്തെറിക്കും അത്. പിന്നെ നമ്മുടെ ബൂയ പൊട്ടിപ്പോവും. എന്നിട്ട് വേറെ വല്ലവന്മാരും ബൂയ അടിക്കുന്ന നമ്മളത് നോക്കിയിരിക്കേണ്ടി വരും ഗൈസ്. കൊറോണയൊക്കെ ഉപയോഗിച്ചു ഇവിടെ ഇന്ന് വെട്ടൊന്നും ആവശ്യമില്ലല്ലോ. ഓക്കെ ആണോ നോക്കട്ടെ. ഓക്കെ, ഇപ്പം ആരും ഇല്ലെന്ന് തോന്നുന്നല്ലേ. ഇവിടെ ആരും ഇല്ല, വെറും 3 പേരുള്ളു. പക്ഷെ അവന്മാരൊക്കെ എവിടെ നിന്നായിരിക്കും അടിക്കണേന്ന് എനിക്കൊരു പിടിയില്ല. അവന്മാരൊക്കെ എവിടെയാണോ ഞാൻ ചാകല്ലേ. അവന്മാരൊക്കെ ചത്തോട്ടെ, എനിക്ക് നോ പ്രോബ്ലം. ഇതെങ്കിലും ബൂയ അടിക്കണം ഗൈസ്. ഇവിടെ മിക്കവാറും അവന്മാരൊക്കെ ഇനി നമുക്ക് തിരിച്ചു അവന്മാർ എവിടെയെങ്കിലും ആരെങ്കിലും വരുമല്ലോ. എന്താണ് ഇപ്പോഴത്തെ ഓടിക്കളിക്കുന്നത്? അതെവിടുന്ന അവനെ വന്നു. ഇനി ഒരുത്തൻ ഗൈസ്, ഇനി ഒരുത്തൻ മതി ഗൈസ്. ആ ഒരുത്തൻ എവിടെയായിരിക്കും? എനിക്ക് പേടിയാകുന്നു. മിക്കവാറും യവൻ്റെ പുറകെ കാണുമോ, അല്ലെങ്കിൽ സോണിപ്പെട്ടിയാവുമോ? സോണിപ്പെട്ടി എത്താൻ മതി അവൻ. അതവനാണോ? ഞാൻ വിചാരിച്ച എനിമിയാണെന്ന്. എനിമി ഇല്ല, വേറെ എനിമി. ഇതിന് പൊട്ടിക്കട്ടെ, വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിയിട്ടിട്ട്. മൈനിട്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ്. സോ ഫൈനലി നമ്മുടെ റാങ്ക് പുഷിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ബൂ അടിച്ചിരിക്കുകയാണ്. സോ ഇതുപോലത്തെ കിഡിലോസ് വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. സോ എനിക്ക് റാങ്ക് പുഷിങ് തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഒരു ഗണ്ണ് കൈ പിടിക്കണം. നമുക്കൊരു ഞാൻ ഏതൊരു തോംസണായി തോന്നുന്നു കിട്ടിയത്. തോംസണാന്ന് തോന്നുന്നു കിട്ടിയ ഏതൊരു ഉണ്ട്. തോംസൺ അല്ലായിരുന്നു. സോ അതെന്തേലും ആട്ടെ. സോ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പാക്കണം. അടുത്തൊരു കിഡിലോസ് വീഡിയോ തരാം. ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ബൈ ഗൈസ്.